ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വന്നൊരു മെസ്സേജ് ഇങ്ങനെയാണ്. ദൈവദാസനെ, കുറച്ച് വർഷങ്ങളായി ഞാൻ ദൈവത്തെ അറിയുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുന്നേറാനായിട്ട് പറ്റുന്നില്ല. ചില സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ പാപപ്രകൃതിയിൽ അകപ്പെട്ടു പോകുന്നു. ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോകുന്നു. എനിക്ക് ഒരു മടങ്ങി വരവ് സാധ്യമാണോ? ഞാനിങ്ങനെ പറഞ്ഞു, തീർച്ചയായിട്ടും ഒരു മടങ്ങി വരവ് സാധ്യമാണ്. പ്രിയരെ, ഇങ്ങനെയുള്ള സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ മേഖലകളിൽ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടുന്ന പലരും ഒരു പരിധിക്കപ്പുറത്ത് പ്രയോജനപ്പെടാൻ കഴിയാതെ അവർ എന്തൊക്കെയോ സാഹചര്യങ്ങളിൽ മാറി നിൽക്കുമ്പോൾ അവരെ സഹായിപ്പാനായിട്ടുള്ളതാണ് ഈ ഒരു മെസ്സേജ്. 4 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. 4 കാര്യങ്ങൾ. ഇങ്ങനെ വീണ്ടും വീണ്ടും പാപത്തിൽ അകപ്പെട്ട ദൈവകൃപയിൽ നിന്ന് മാറിപ്പോകുന്നവർ, അവരെ മടങ്ങി വരുവാനായിട്ട് സഹായിക്കുന്ന 4 കാര്യങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ബൈബിളിൽ യേശുവിനോട് കൂടെ നടന്നിട്ട് നിത്യജീവൻ്റെ മൊഴികൾ അങ്ങിലുണ്ട്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് അങ്ങെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിലധികം പ്രാവശ്യം പരാജയപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ് പത്രോസ്. പക്ഷെ പത്രോസിനെ നമ്മൾ പിന്നീട് കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ മുൻനിരയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദൈവം അദ്ദേഹത്തെ ആ ഒരു നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പം ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ലോകത്തിലെ മനുഷ്യൻ പല സമയങ്ങളിലും മറ്റുള്ളവരുടെയൊക്കെ പരാജയങ്ങൾ കാണുമ്പോൾ, കരിവാരി തേക്കുമ്പോൾ, അവർക്കെതിരെ ആക്ഷേപത്തിൻ്റെയും ആരോപണത്തിൻ്റെയും വാക്കുകൾ, അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പം ദൈവത്തിന് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പദ്ധതികൾ അതിശ്രേഷ്ഠകരമാണ്. പക്ഷെ പദ്ധതികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ എപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടുന്ന തിരുത്തലുകൾ വരുത്താനായിട്ട് നമ്മൾ ശ്രമിച്ച് മുൻപോട്ട് പോകുന്നോ, അന്നേരം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. പത്രോസിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, ഒന്നിലധികം പരാജയങ്ങളുണ്ടായി. ഗത്സമനയിൽ യേശുവിനോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടുന്നവൻ പിന്നീട് മഹാപുരോഹിതൻ്റെ അരമനയിലേക്കൊക്കെ പോയി പലരുടെയും മുമ്പിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് പ്രാഗി, നിന്നെ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. പിന്നീട് ഒരു അനുതാപമുണ്ടാകുന്നു. യേശുവിൻ്റെ നോട്ടം തൻ്റെ ജീവിതത്തെ മാറ്റുന്നു, കരയുന്നു, മടങ്ങി വരുന്നു. പക്ഷേ ക്രൂശീകരണത്തിന് അനന്തരമായി പിന്നീട് നമ്മൾ കാണുന്നത് പഴയ പടകും വലയും ഒക്കെ എടുത്തുകൊണ്ട് ചിലരെയൊക്കെ കൂട്ടി പഴയ പണിക്ക് പോകുന്നു. അപ്പം നമ്മൾ ഒരു നേരായ വണ്ണമുള്ള ഒരു ആത്മീക വളർച്ചയല്ല നമ്മൾ കാണുന്നത്. ഉയർന്നും താണും, അതായത് ആത്മീയ ജീവിതത്തിൻ്റെ ഗ്രാഫ് ഇടയ്ക്ക് മുകളിലേക്ക് കയറുന്നു, പിന്നെ താഴേക്ക് പോകുന്നു, വീണ്ടും മുകളിലേക്ക് കയറുന്നു, വീണ്ടും താഴേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമ്മൾ കാണുന്നത്. പല സമയങ്ങളിലും പലരും ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തിലൂടെ പോയിട്ടുള്ളവരാണ്. പക്ഷെ ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് കരകയറണമെങ്കിൽ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ 4 കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. അതിൽ ഒന്നാമത്തേത്, നമ്മൾ ഒഴിവാക്കേണ്ടുന്ന സ്വയപ്രശംസയും അമിതമായ ആത്മവിശ്വാസവുമാണ്. എന്താണത്? നമ്മൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പരിപൂർണമായും വിധേയപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയകരമായ ഒരു ആത്മീക ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. തെളിവ് ഞാൻ നിങ്ങളോട് പറയാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26:31, ലൂക്കോസിൻ്റെ സുവിശേഷം 22:31, മർക്കോസിൻ്റെ സുവിശേഷം 14:29. ഞാൻ ഈ പറഞ്ഞ 3 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് പഠിക്കുക. അന്നേരം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, എല്ലാവരും ക്രൂശീകരണത്തിന് മുമ്പ്
കർത്താവിനെ വിട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് കർത്താവിന് നന്നായി അറിയാമായിരുന്നു. അതായത് ശരിക്കും പൈശാചികമായ ശക്തികൾ ദൈവരാജ്യത്തിനെതിരെ പോരാടിയ ഒരു സമയമാണ് ആ ക്രൂശീകരണത്തിൻ്റെ പിൻപിലുള്ള സമയങ്ങൾ. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ശീമോനെ ഗോതമ്പ് കതിർ പാറ്റുന്നത് പോലെ നിങ്ങളെ പാറ്റേണ്ടതിന് സാത്താൻ എന്നോട് അവസരം ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പം അങ്ങനെയുള്ള ഒരു സമയമാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, ഈ രാത്രിയിൽ ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചിതറിപ്പോകും. നിങ്ങളെല്ലാവരും എന്നെ ഏകനായി വിട്ടിട്ട് പോകുന്ന നാഴിക വരുന്നുവെന്ന് സൃഷ്ടാവാം ദൈവം പറഞ്ഞപ്പം പത്രോസ് പറയുകയാണ്, ആരങ്ങയെ വിട്ടിട്ട് പോയാലും ഞാൻ പോത്തില്ല. അങ്ങേക്ക് വേണ്ടി തടവിലാകാൻ ഞാൻ ഒരുക്കമാണ്, മരിക്കാൻ ഒരുക്കമാണ്. ഈ കാര്യങ്ങളെല്ലാമാണ് പത്രോസ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രഥമ ദൃഷ്ടിയ ആ വാചകങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിൻ്റെ വാക്കുകളായി തോന്നും. ആരങ്ങയെ വിട്ടിട്ട് പോയാലും ഞാൻ അങ്ങയെ വിട്ടിട്ട് പോത്തില്ലെന്നുള്ള ഈ വാക്കുകൾ നമുക്ക് വിശ്വാസത്തിൻ്റെ വാക്കുകളായിട്ട് തോന്നും. പക്ഷേ ഈ വാക്കുകളെ സൃഷ്ടാവായ ദൈവത്തിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ വാക്കുകൾ വിശ്വാസത്തിൻ്റെ വാക്കുകളല്ല. ആ വാക്കുകൾ അമിതമായ ആവേശത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പോലെയൊക്കെയുള്ള താൽക്കാലികമായ പൊള്ളയായ ചില വാക്കുകളായിരുന്നു. അർത്ഥമില്ലാത്ത വാക്കുകളായിരുന്നു, കാര്യം അറിയാതെയുള്ള പറച്ചിലായിരുന്നു. അങ്ങനെ സ്വയമായി ഞാൻ വിട്ടിട്ട് പോത്തില്ല, ഞാൻ എന്നൊക്കെയുള്ള ഞാൻ പോകില്ല എന്നൊക്കെയുള്ള പറച്ചിലുകൾ പറഞ്ഞ് മണിക്കൂറുകൾ തീരുന്നതിന് മുമ്പ് 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറയേണ്ടതായിട്ട് വന്നു. ഇത് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ശീമോനെ, നീ കോഴി കൂകുന്നതിന് മുമ്പ് 3 വട്ടം എന്നെ തള്ളിപ്പറയും. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്? പല സമയത്തും നമ്മുടെ ആത്മീക ജീവിതം എന്ന് പറയുന്നത് അമിതാവേശത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഞാൻ ചെയ്യും, ഞാൻ പ്രവർത്തിക്കും, ഞാൻ കാണിച്ചു തരാം, ഞാൻ ജീവിക്കും, ഞാൻ നടത്തി കാണിച്ചു തരാം, അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ്. എവിടെ നമ്മുടെ സ്വയം ഇല്ലാതായി ദൈവസന്നിധിയിൽ നാം ഒന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്, എല്ലാം അവിടുത്തെ കൃപയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുവോ, അന്നേരം നമ്മളെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ കരുണയും കൃപയും നമ്മളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. അതേ, താഴ്മയുള്ളവർക്ക് അവിടുന്ന് അധികം കൃപ നൽകി കൊടുക്കും. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ആത്മപ്രശംസയുണ്ടെങ്കിൽ, നമ്മൾ റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മപ്രശംസക്കാർ, ബോസ്ഫുൾനെസ്, സ്വയപ്രശംസക്കാർ, അവർ ദൈവരാജ്യത്തിന് പുറത്താണ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവസന്നിധിയിൽ ഒരു തരത്തിലുള്ള ആത്മപ്രശംസയും പാടില്ല. വർഷങ്ങളുടെ പാരമ്പര്യം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ പ്രിയപ്പെട്ടവരെ, നമ്മളറിയാതെ പല സമയത്തും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനെന്ന് പറയുന്നൊരു ഭാവമുണ്ട്. അതെല്ലാവരിലും ഉണ്ട്. അത് മനുഷ്യ സഹജമാണ്. അതില്ലാത്തവരായിട്ട് ആരുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ കഴിവുകളും നമ്മളൊക്കെ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്നും തെറ്റല്ല. പക്ഷേ നമ്മളിതിനെ കൃത്യമായി ആത്മീക നിലവാരത്തിൽ കൊണ്ടുപോയി നമ്മളിലൂടെയൊക്കെ ക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. നമ്മുടെ കഴിവുകളും നമ്മുടെ മിടുക്കുകളും ഒന്നും കാണിക്കാനുള്ള ഇടമല്ല. നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടാനായിട്ടിടയായി തീരട്ടെ. അപ്പോൾ ഒന്നാമത്തേത് അതാണ്. അപ്പം ഒന്നാമത്തേത് അമിതമായ പ്രശംസകളും അഹങ്കാരത്തിൻ്റെയും നിഗളത്തിൻ്റെയും ഒക്കെ വാക്കുകൾ ഒഴിവാക്കുക. ഒത്തിരി കഴിവുണ്ടായിട്ടും എങ്ങും എത്തിപ്പെടാത്ത ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒത്തിരി കഴിവുണ്ട്, പക്ഷെ അവരെങ്ങും എത്തിയില്ല. എന്നാൽ ഒരു കഴിവുമില്ലാഞ്ഞിട്ടും ദൈവ ഉയരങ്ങളിൽ എത്തിച്ചവരുമുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ കഴിവുകൾ അതിൻ്റെ പൂർണ്ണതയിൽ പുറത്തേക്ക് വരണമെങ്കിൽ നമുക്കൊരു ദൈവാനുഗ്രഹം ആവശ്യമാണ്. അതുകൊണ്ട് കഴിവ് മാത്രമല്ല, കൃപയും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കഴിവുകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ട്, ദൈവമേ, എൻ്റെ കഴിവുകളെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു, അങ്ങയുടെ ആത്മാവ് എന്നെ പ്രയോജനപ്പെടുത്തണമേ, എന്നെ ഉപയോഗിക്കണമേ, എന്നെ ശക്തീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കാം. പല സമയങ്ങളിലും പാപത്തെ ജയിക്കുവാൻ കഴിയാതെ പോകുന്നത് സ്വയം ഉയർന്നു നിൽക്കുന്നത് കൊണ്ടും നമ്മുടേതായ
സ്വയം അഹംഭാവത്തിലും സ്വയം നീതീകരണത്തിലും ഒക്കെ മുമ്പോട്ട് പോകുന്നത് കൊണ്ടാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്തേത്, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക് കാരണം ബലഹീനമായ പ്രാർത്ഥനാ ജീവിതമാണ്. അതായത് ഗത്സമനയിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 22:54 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, എന്നോടുകൂടെ ഒരു നാഴിക നേരത്തെങ്കിലും നിങ്ങൾക്ക് ഉണർന്നിരിക്കാനായിട്ട് കഴിയത്തില്ലേ എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ വാക്കുകളാണ്. ബലഹീനമായ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു മെസ്സേജ് ഇട്ടതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ബലഹീനമാകുമ്പോൾ നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോകുന്നു. ദൈവകൃപയുടെ വർദ്ധിച്ചു വരുന്ന ഈ അനുഭവത്തെ നമുക്ക് അനുഭവിക്കുവാൻ പല സമയങ്ങളിലും കഴിയാതെ പോകുന്നു. ഗൗരവമായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന സമയങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഉറങ്ങിയവരെല്ലാം ചിതറിപ്പോയി. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചവൻ പിതാവേൽപ്പിച്ച ദൗത്യത്തെ നിർവഹിച്ച് ക്രൂശീകരണത്തിനപ്പുറം, മരണത്തിനപ്പുറം പുനരുത്ഥാനത്തിലൂടെ രാജാതിരാജാവായി മാറിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതവും ദൈവത്തോടുള്ള ബന്ധവും ഒക്കെ ബലഹീനമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോകും, പരാജയത്തിലേക്ക് പോകും. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആത്മാവ് ഒരുക്കമുള്ളതാണ്, ജഡമോ ബലഹീനമാണ്. അപ്പം ജഡത്തിൻ്റെ ബലഹീനതകളെ മറികടക്കുവാനുള്ള ഏറ്റവും മികച്ച മാർഗം ശക്തമായ, തീവ്രമായ ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. രണ്ടാമത്തേത് ഇതാണ്. മൂന്നാമത്തെ, പലരുടെയും ജീവിതത്തിൻ്റെ പരാജയ കാരണങ്ങൾ അകലം വിട്ട് പിൻചെല്ലുന്നതാണ്. മൂന്നാമത്തേത്, ലൂക്കോസിൻ്റെ സുവിശേഷം 22 54 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, മഹാപുരോഹിതൻ്റെ അരമനയോളം പത്രോസ് എത്തുകയാണ്. അവിടെ വെച്ച് നമ്മൾ കാണുന്നത് അകലം വിട്ട് പിൻചെന്നു എന്നുള്ളതാണ്. അകലം വിട്ട് പിൻചെന്നവൻ ഏറ്റവും ഒടുവിൽ ചെന്നെത്തിയത് എവിടെയാണെന്നറിയാമോ? കർത്താവിനെതിരെ സംസാരിക്കുന്നവരുടെ കൂട്ടത്തിലേക്കാണ്. സത്യത്തിൽ അടുത്തിരിക്കേണ്ടവനാണ്, കൂടിയിരിക്കേണ്ടവനാണ്, കൂടെ നടക്കേണ്ടവനാണ്. ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിട്ട് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാമോ? തന്നോടുകൂടെ ഇരിക്കേണ്ടതിന്, സുവിശേഷം പ്രസംഗിക്കേണ്ടതിന്, രോഗികളെ സൗഖ്യമാക്കേണ്ടതിന്. പക്ഷേ കൂടിയിരിക്കേണ്ടവൻ മാറി നടക്കാനായിട്ട് തുടങ്ങി. പലരും മാറി നടക്കാൻ തുടങ്ങിയതാണ് ജീവിതത്തിലെ പരാജയത്തിൻ്റെ കാരണങ്ങൾ. ആരാധനയ്ക്കുണ്ടാകാം, പ്രാർത്ഥനയ്ക്കുണ്ടാകാം, യേശുവിൻ്റെ പിന്നാലെയൊക്കെ തന്നെ ആയിരിക്കാം പോകുന്നത്. പക്ഷേ കുറച്ച് മാറിയാണ് നടക്കുന്നത്, ആരും അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലും ആത്മീക ജീവിതത്തിലും ദൈവിക വിശുദ്ധിയിലും ദൈവത്തോടുള്ള ബന്ധത്തിലുമൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ മാറി നടക്കുന്നുണ്ടെങ്കിൽ ആ മാറി നടക്കുന്നത് എല്ലായ്പ്പോഴും നമ്മളെ അപകടത്തിലേക്കാണ് എത്തിക്കുന്നത്. കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് മാറി നടന്നാൽ ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ എഴുതിയിരിക്കുന്നത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകും. അതായത് നമ്മുടെ കൂട്ടുകാർ ആരാണെന്ന് നോക്കിയാൽ അറിയാം നമ്മൾ ആരാണെന്നുള്ളത്. അതുകൊണ്ട് യഥാർത്ഥമായ ഒരു ആത്മീക കൂട്ടുകളിലേക്ക് നമ്മൾ വരിക, ബന്ധങ്ങളിലേക്ക് വരിക. ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ ഒക്കെ അവസാനിപ്പിക്കുക. പരിശുദ്ധാത്മാവ് നടത്തിപ്പും നിയോഗവും തരാത്ത ബന്ധങ്ങളെല്ലാം, അതിനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടുക. വിട്ടുപോരുവീൻ, അവരുടെ ഇടയിൽ നിന്ന് വിട്ടുപോരുവീൻ, അശുദ്ധമായതൊന്നും തുടരുതെന്നൊക്കെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് പോലെ. ഒരിക്കലും ഇസ്രായേൽ ജനത്തിനും മിസ്രൈമിൽ പോലും ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. ദൈവം അവരോട് പറഞ്ഞു, മിസ്രൈം വിട്ട് കനാനിലേക്ക് വരിക, വിട്ടുപോരേണ്ടുന്ന കൂട്ടങ്ങളെല്ലാം വിട്ടുമാറ്റുക. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വന്നപ്പോൾ ശരിയായ കൂട്ടത്തിലേക്ക് അവർ വന്നു. അവിടെയാണ് നമ്മൾ കാണുന്നത് ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മ മറിയയും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥന കഴിച്ചു. എവിടെയെങ്കിലുമൊക്കെ മാറി നടക്കുന്നെങ്കിൽ, അകലമിടുന്നുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിൻ്റെ അകത്ത് അകലങ്ങളുണ്ടെങ്കിൽ, ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടെങ്കിൽ, ഫാമിലി ലൈഫിൽ വിള്ളലുകളുണ്ടെങ്കിൽ, അകലങ്ങളുണ്ടെങ്കിൽ, ഭർത്താവും ഭാര്യയുമൊക്കെ അകലമിട്ട് നിൽക്കുന്നവരാണെങ്കിൽ, മാറി നടക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക, പരാജയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. പല സമയങ്ങളിലെയും പരാജയ കാരണം, ചില സമയം നമ്മൾ കൂടെ നടക്കും, ചില സമയം ദൈവത്തിൽ നിന്ന് മാറി നടക്കും. ചിലർ ഞായറാഴ്ച കൂടെ നടക്കും, വെള്ളിയാഴ്ച കൂടെ നടക്കും, അടുത്ത ദിവസങ്ങളിൽ മാറി നടക്കും. അങ്ങനെയൊന്നും മാറി നടക്കാനുള്ളവരല്ല നമ്മൾ. എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിപ്പാനായിട്ടുള്ളവരാണ്. നിരന്തരമായി
വസിക്കാൻ ഉള്ളവരാണ്. അതുകൊണ്ടാണ് എന്നിൽ വസിക്കാത്ത കൊമ്പുകളെല്ലാം പുറത്തു പോകും എന്ന് പറയുന്നത്. വസിക്കുക, റിമൈൻ ഇൻ മീ, എബൈഡ് ഇൻ മീ എന്നൊക്കെ പറയുന്ന പദങ്ങൾക്ക് ആഴമായ അർത്ഥങ്ങളാണ് ഉള്ളത്. ഇതാണ് മൂന്നാമത്തെ പരാജയം. നാലാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരാൾക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ നിരന്തരമായി വീണ്ടും 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 പരാജയത്തിലേക്ക് പോകുന്നതിൻ്റെ നാലാമത്തെ കാരണം പരിശുദ്ധാത്മശക്തി അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറച്ചു മുമ്പ് പറഞ്ഞത് പ്രധാനപ്പെട്ടതല്ലെന്നല്ല, അതെല്ലാം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിലും പ്രധാനപ്പെട്ട ഈ ഒരു കാര്യമാണ്. അതായത് ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നൊക്കെ കർത്താവ് പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ശരിക്കും യേശുവിനോടുകൂടെ നടന്ന് ഭക്ഷണം കഴിച്ച് അത്ഭുതം കണ്ട് എല്ലാ വഴികളിലും നടന്നപ്പോഴെല്ലാം അവർക്ക് പിന്മാറ്റം ഉണ്ടായി. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു പരാജയങ്ങൾ മാറി പരാജയപ്പെട്ടിരുന്നവരൊക്കെ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ, ആ കർത്താവിനെ ഇസ്രായേൽ ഗൃഹത്തിന് കർത്താവാക്കി വെച്ചുവെന്ന് ഇസ്രായേൽ ഗൃഹം അറിയട്ടെ എന്നൊക്കെ ധൈര്യത്തോടെ പ്രസംഗിക്കാനുള്ള കാരണം ദൈവാത്മ ശക്തി അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ചതുകൊണ്ടാണ്. കാരണം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നപ്പോൾ അവരെല്ലാം എഴുന്നേറ്റ് ധൈര്യത്തോടെ അവരുടെ പിൻപിലുള്ള പരാജയങ്ങളെല്ലാം മറന്നുകൊണ്ട് അവരെല്ലാം ശക്തന്മാരായി തീരുകയാണ് ഉണ്ടായത്. അശക്തരായ മനുഷ്യരെ ശക്തനാക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധാരാളം മെസ്സേജുകൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം പറയാം. ഒരു വ്യക്തിയെ അടിമുടി മാറ്റാൻ കഴിയുന്നത് ആത്മശക്തിക്കാണ്. പേടിച്ച് പരാജയപ്പെട്ടൊക്കെ ഇരുന്നവർ, അത് കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ അവരോട് പറയുന്നത് ശക്തി ധരിക്കുവോളം നഗരത്തിൽ നിന്ന് പോകരുത്. അപ്പം ശക്തി ധരിക്കുക, ഒരു തുണി, ഒരു നമ്മുടെ നഗ്നത മറയ്ക്കാൻ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പോലെ നമ്മുടെ ആത്മീക നഗ്നതകൾ മറയ്ക്കുവാൻ, നമ്മുടെ പരാജയങ്ങൾ മറയ്ക്കുവാൻ പരിശുദ്ധാത്മശക്തി നമുക്ക് ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ദൈവതേജസ്സിനാൽ ചുറ്റപ്പെട്ടിരുന്ന ദൈവമഹത്വത്തിൽ ജീവിച്ചിരുന്നവർ അനുസരണക്കേടിനാൽ ഫലം പറിച്ചു തിന്നപ്പോൾ അവർ നഗ്നരെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ നഗ്നരായവർ സ്വയമായി അവരുടെ നഗ്നത മറയ്ക്കാൻ പരിശ്രമങ്ങൾ നടത്തുന്നു. ദൈവസാന്നിധ്യം വിട്ടുപോയപ്പോഴാണ് അവരുടെ നഗ്നതയെക്കുറിച്ച് അവർക്ക് ബോധ്യമുള്ളതായി മാറിയത്. പല സമയത്തും പരിശുദ്ധാത്മശക്തിയും ദൈവാത്മാവിൻ്റെ ഇടപാടുകളും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല നഗ്നതകളും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പല പാളിച്ചകളും ഉണ്ടാകുന്നു. ഈ പാളിച്ചകളെ പരിഹരിപ്പാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അത് പ്രാപിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ, അതനുഭവിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നിരന്തരമായി പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്കത് ആവശ്യമാണ്, ആ ശക്തി എനിക്ക് ആവശ്യമാണ്, എന്നെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തണമേ. ഈ ഒരു ശക്തി എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം പ്രാപിക്കുന്നതല്ല. ഇത് ഓരോ ഈ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് നമ്മൾ പഠിക്കുമ്പം ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ നിറവ്, ആത്മനിറവിൻ്റെ അനുഭവത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് പരിശുദ്ധാത്മ നിറവ് നമുക്ക് ആവശ്യമാണ്. എൻ്റെ ചിന്താഗതികളെയും എൻ്റെ ശുശ്രൂഷയും ജീവിതത്തെയും മുഴുവനും മാറ്റിയത് അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന പുസ്തകമാണ്. അതിലൂടെയാണ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിനു മുമ്പ് ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിവ് കൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ശലോമോൻ രക്ഷപ്പെട്ടവന്മാരും അത്രയ്ക്ക് അറിവുള്ള മനുഷ്യനായിരുന്നു, പക്ഷെ പരാജയപ്പെട്ടു പോയി. അപ്പം നമ്മുടെ അറിവോ ബൈബിൾ മുഴുവൻ കാണാതെ പഠിച്ചത് കൊണ്ടോ പാപത്തേത് ഇന്നതാണെന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ദൈവാത്മശക്തി നമ്മളിൽ ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മൾ ഒരു കുളത്തിലേക്ക് നമ്മൾ പോകുന്നു. ആ കുളത്തിൻ്റെ കരയിൽ എഴുതി വച്ചിരിക്കുകയാണ്, ഈ കുളത്തിൽ ഇറങ്ങുന്നത് അപകടമാണ്, അതിലേക്കാരും പോകരുത് എന്നെഴുതി വച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു ബോർഡ് പോലെയാണ് ഇൻഫർമേഷൻസ്. പക്ഷെ കുളത്തിൽ വീണാൽ രക്ഷപ്പെടാൻ അവനെ പഠിപ്പിക്കുന്നില്ല. അതുപോലെ മാത്രമേ ഉള്ളൂ പല സമയത്തും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. എന്നാൽ ഒരു വ്യക്തി അവൻ നീന്തൽ പഠിച്ച് അവൻ്റെ ശരീരം നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളതല്ല. സാധാരണ നീന്തൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം നേടിയെടുക്കുന്ന ഒരു പ്രത്യേക കഴിവാണ്. അപ്പം ഒരു വ്യക്തി ആ ഒരു കഴിവ് നേടിയെടുക്കുമ്പോൾ അവന് പിന്നെ വെള്ളത്തെ ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല. എന്നതുപോലെ
പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിച്ച് തൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നീട് നമ്മൾ പരാജിതരല്ല, നമ്മൾ ജയാളികളാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന ഒരു പുസ്തകം പരാജയത്തിൻ്റെ പുസ്തകമല്ല, വിജയത്തിൻ്റെ പുസ്തകമാണ്. പുസ്തകങ്ങൾ മുഴുവനും വായിച്ച് പഠിക്കുമ്പോൾ ഇവരിൽ ഒരാൾ പോലും പിന്തിരിഞ്ഞു പോയതായിട്ടോ തള്ളിപ്പറഞ്ഞതായിട്ടോ പ്രിയപ്പെട്ടവരെ വീണുപോയതായിട്ടോ ഒന്നും കാണുന്നില്ല. പിന്നീട് അവരിലൂടെ അത്ഭുതങ്ങൾ നടക്കുകയാണ്, അവരിലൂടെ ദൈവപ്രവൃത്തികൾ നടക്കുകയാണ്, സഭകൾ വളരുകയാണ്. അതെ, പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് സുവിശേഷം എത്തുകയാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനാണ് നമ്മളെ ഈ ഒരു കാര്യത്തിൽ സഹായിക്കാനായിട്ട് പറ്റുന്നത്. 4 കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു തിരുവചന സന്ദേശത്തിൽ നമ്മൾ ചിന്തിച്ചു. 1, സ്വയപ്രശംസയുടെയും നിഗളത്തിൻ്റെയും അമിതാവേശത്തിൻ്റെയും ഒക്കെ വാക്കുകൾ ഒഴിവാക്കുക. 2, ബലഹീനമായ പ്രാർത്ഥനാ ജീവിതത്തെ ശക്തിപ്പെടുത്തുക. 3, അകന്നു മാറാതെ അടുത്ത് നിൽക്കുക, കൂടെ നിൽക്കുക. 4, പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവാത്മശക്തിയുടെ പുതുക്കത്തിനായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അപ്പോസ്തല പ്രവൃത്തി ആദ്യത്തെ അധ്യായത്തിലെ വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം അവിടെ മനസ്സിലാകും. അവിടെ നമ്മൾ കാണുന്നത് ഒരുമനപ്പെട്ടു, ഒന്നിച്ചു കൂടിയിരുന്നു, ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഒന്നിച്ചാകാൻ തുടങ്ങി. കണ്ടോ, കൂട്ടം മാറി പ്രാർത്ഥനാ ജീവിതം തിരിച്ചു വന്നു, കൂട്ടം മാറി പ്രാർത്ഥനാ ജീവിതം തിരിച്ചു വന്നു, ദൈവസന്നിധിയിൽ ആശ്രയിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മശക്തി ഉണ്ടായി. ഇതെല്ലാം ഉണ്ടായപ്പോൾ പിന്നീട് അവിടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങി. നല്ല നല്ല മാറ്റങ്ങൾ എൻ്റെ കേൾവിക്കാരിലേക്കും എത്തട്ടെ. നമുക്കൊരുമിച്ച് കർത്താവിൽ നമുക്ക് വളരാം. ജീവിതത്തിലെ പരാജയങ്ങളിൽ എന്നും അതിൻ്റെ അകത്ത് തന്നെ വീണ് കിടക്കാനല്ല. ദൈവത്തിനൊക്കെ നമ്മളെക്കുറിച്ചൊക്കെയുള്ള വലിയ പദ്ധതികളുണ്ട്. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ചില ചിന്തകൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞങ്ങ് നിർത്തുകയാണ്. പരാജയപ്പെട്ട പത്രോസിനെയാണ് ലോകം കാണുന്നത്, പക്ഷേ കർത്താവ് കണ്ടത് ധൈര്യശാലിയാണ്. അപ്പോൾ നമ്മളൊക്കെ ഇന്നും ഇവിടെ നിൽക്കാനുള്ള കാരണം ലോകമൊക്കെ നമ്മുടെ പരാജയങ്ങൾ പലതും കണ്ട് അതിനെ വിലയിരുത്തിയപ്പം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ശ്രേഷ്ഠമായ ഉദ്ദേശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അതൊക്കെ നിവർത്തിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്.